ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല പൂ പോലത്തെ പാലപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈസ്റ്റും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ. ഏതറിയാത്തവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ ഇത് റേഷൻ കടയിലത്തെ പച്ചരി വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തത്. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഞാൻ 2 ഗ്ലാസിൻ്റെ അളവിനാണ് കേട്ടോ മുഴുവനും കാണിച്ചു തരുന്നത്. അപ്പോൾ അളവ് കൃത്യമായിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഒരു 2 മണിക്കൂർ അങ്ങനെ കുതിർത്ത് വെച്ചാൽ മതി. ഒരു ഉച്ചക്ക് അങ്ങനെ കുതിർത്ത് വെച്ചാൽ നമുക്ക് വൈകുന്നേരം കറക്റ്റ് നമുക്കിത് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കണം. പിന്നെ പാലപ്പം ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത്. പിന്നെ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് തേങ്ങാ വെള്ളമാണ് കേട്ടോ. കുറച്ച് തേങ്ങാ വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ട് അതിൽ നമ്മളിപ്പോൾ ഒരു തേങ്ങ എടുത്താൽ അതിന് മുഴുവനായിട്ട് എടുത്തിട്ടോ തേങ്ങാ വെള്ളം. അപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് പഞ്ചസാര, 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അലിയിച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ ഇട്ട് നല്ലോണം തന്നെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ചോറ് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ചോറാണ് കേട്ടോ എടുത്തത്. നമ്മളിപ്പോൾ അമർത്തിയിട്ടൊന്നും ചോറ് എടുക്കരുത് കേട്ടോ. കറക്റ്റ് 1 ഗ്ലാസ് ആക്കിയിട്ട് അങ്ങനെ കോരിയിട്ടിട്ട് എടുക്കുക. പിന്നെ 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ചോറ് കേട്ടോ. ഞാനിങ്ങനെ കണക്ക് മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് ചിരകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരമുറി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഈ ഒരു പഞ്ചസാരയും തേങ്ങാ വെള്ളമില്ലേ അത് ഒരു മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഞെരടി കൊടുക്കട്ടോ. ഇതേപോലെ കൈവച്ചിട്ട് തന്നെ നല്ലോണം ആ ഒരു തേങ്ങാപ്പാൽ പുറത്തേക്ക് വരുന്നത് വരെ ഒന്ന് ഞെരടി കൊടുക്കുക. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 3 പാർട്ടാക്കിയിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കുറേ ഒന്ന് ആവർത്തിട്ട് അത് ഏകദേശം മുങ്ങി നിൽക്കാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടിച്ചെടുക്കട്ടോ. ഞാനിത് ഒരു 3 മണിക്ക് വൈകുന്നേരം 3 മണിക്ക് അങ്ങനെ കുതിർത്ത് വെച്ചിട്ട് ഏകദേശം അടിക്കുന്നത് ഒരു 6 മണിക്കാണ് കേട്ടോ. അപ്പോൾ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഇതേപോലത്തെ കുമ്മിളകളില്ലേ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണണം കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ഭാഗമായിട്ടാണ് എനിക്ക് തോന്നൽ. അപ്പോൾ അതിൻ്റെ മേലെ കുമ്മിളുകൾ സൈഡിലൊക്കെ ഇങ്ങനെ കുമ്മിളുകൾ വന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുത്തതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് നമ്മളിത് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുക്കണം എന്നില്ല, കാരണം നമ്മളെല്ലാം മിക്സ് ആക്കിയിട്ടാണല്ലോ അടിച്ചെടുത്തത്. പിന്നെ ഉപ്പ് നമ്മൾ രാവിലെയാണ് കേട്ടോ ഇടലുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ തന്നെ അടച്ചിട്ട് കുറച്ചൊരു എവിടെയെങ്കിലും ഒരു ചൂടായ സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളിത് എടുത്തതാണ് കേട്ടോ. അപ്പം നല്ലോണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പായതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം അങ്ങനെ അടച്ച് വെച്ചിട്ടോ. അതങ്ങനെ അരിഞ്ഞിട്ട് അതിലൊന്ന് മിക്സ് ആകും കേട്ടോ. എന്നിട്ട് ചെറുങ്ങനെ ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. നല്ലോണം കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പാടാവും. അപ്പച്ചട്ടി ഞാനിവിടെ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം.
കണ്ടില്ലേ നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുത്താലും എല്ലാ ഭാഗത്തും ആരെടുത്തത് പെട്ടെന്ന് തന്നെ ആയി കിട്ടിയത്. അപ്പോൾ ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അതുപോലെ തന്നെ ഈസ്റ്റിൻ്റെ ചായ എനിക്ക് തീരെ സ്വതവേ ഇഷ്ടമല്ല കേട്ടോ, വെള്ളാപ്പത്തിനൊന്നും ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ രാവിലെ തന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ നമ്മളെ വയറ്റിലേക്ക് അത്ര നല്ലതും അല്ലല്ലോ. അപ്പോൾ അതാ ഓരോന്നും ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ ഒരു ഇതുപോലെ ചെയ്ത് നോക്കിട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവില്ലേ. അപ്പോൾ ഇതാ ഓരോന്നും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. നല്ല പൂപോലെ ഉണ്ട് കേട്ടോ ഈ ഒരു വെള്ളാപ്പം എന്ന് പറയും, പാലപ്പം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്നും ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ നല്ല അടിപൊളി പാലപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ. അപ്പോൾ ലൈക്ക് അടിക്കാത്തവരൊന്ന് പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മളെ പാലപ്പം മുഴുവനായിട്ടും ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഏതറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്നിട്ട് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.